أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه الحمد لله رب العالمين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما نافعا رزقا طيبا ولم تقبل من يا رب العالمين اللهم صل على محمد وعلى آل محمد الحمد لله رب العالمين ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിലെ 57-ാമത്തെ ആയത്ത് മുതൽ പറയുന്ന കാര്യങ്ങളാണ് ഇന്ന് എടുക്കുന്ന ഭാഗം. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് ഇന്ന് എടുക്കാൻ പറ്റുന്നത് എടുക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി ഭാഗം നാളെ പൂർത്തിയാക്കിയിട്ടായിരിക്കും നാളത്തെ ഭാഗം കൂടി കൂട്ടിയെടുക്കുക. ഓക്കെ, ഇന്ന് കുറച്ച് നേരം വൈകിട്ട് എടുക്കുന്നത് കൊണ്ട് കുറച്ച് ഭാഗം ഇന്ന് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് 57-ാമത്തെ ആയത്തില് നമ്മൾ കഴിഞ്ഞു പോയ ആയത്തിന്റെ കൂടെ തന്നെ ഉള്ളതായിരുന്നു കിതാബ് നൽകിയവരെ വഴി തെറ്റിക്കുന്നതിനെ കുറിച്ചിട്ടായിരുന്നു. പിന്നെ അതിനുശേഷമുള്ളത് 58-ാമത്തെ ആയത്ത് അമാനത്തും നീതിയും എങ്ങനെ അർഹർക്ക് പൂർണ്ണമായിട്ട് കൊടുത്തു വീട്ടേണ്ടതാണ് എന്നുള്ളത്. അതുപോലെ തന്നെ അനുസരണത്തിന്റെ ക്രമം എങ്ങനെയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുക എന്ന് പറഞ്ഞാല് അള്ളാഹുവിനെ അനുസരിക്കണം, അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം. അതുപോലെ തന്നെ അതിനുശേഷം നമുക്ക് കീഴിൽ വരുന്ന ആളുകൾ, അതായത് നമ്മളെ ഭർത്താവായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ മേലധികാരികളായിരിക്കും. ജോലി സ്ഥലത്താണെന്നുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലാണെങ്കിൽ, നമ്മുടെ കാര്യങ്ങളിലാണെങ്കിൽ നമ്മുടെ ഭർത്താവ്, നമ്മളെ ജോലി സ്ഥലത്താണെങ്കിൽ നമ്മുടെ മേലധികാരികള്, നമ്മളൊരു നാട്ടില് താമസിക്കുകയാണെങ്കിൽ ആ നാട്ടിലെ ഭരണാധികാരികൾ, ഇവരെ നിങ്ങൾ അനുസരിക്കണം എന്നുള്ളതാണ് അനുസരണത്തിന്റെ ക്രമമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത്. തർക്കമുണ്ടായാൽ ഖുർആനും സുന്നത്തും വിധികർത്താക്കളാക്കണം. അതുപോലെ തന്നെ ഈ പിന്നെ താഹൂത്തിലേക്ക്, അതായത് പിന്നെ ഈ അനുസരണക്കേട് കാണിക്കുന്നത് അത് എന്താണ്, ഈ ഈമാൻ ഇല്ലാത്തവരുടെ എന്താണ് ഈമാൻ ഇല്ലാത്തവർക്കാണ് അങ്ങനെ സംഭവിക്കുന്നത്. തെറ്റാണ് എന്നുള്ളതാണ്. ഓക്കെ, അവരോട് വിധി തേടുന്നത് എന്താണ്, ഈമാനിന് വിരുദ്ധാണ്. അതായത് താഹൂത്തുകളായിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അതായത് താഹൂത്തുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ദീനനുസരിച്ച് ജീവിക്കാത്ത ആളുകൾ ഉണ്ടാവും. അവരുടെ വിധി തേടിക്കൊണ്ട് അവരുടെ വിധി അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ഈമാൻ ഇല്ലാത്തവരുടെ ലക്ഷണമാണ് എന്നുള്ളതാണ്. ഓക്കെ, കപട വിശ്വാസികളെ കുറിച്ചാണ് പിന്നീട് പറയുന്നത്. അനുസരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കുക എന്ന് പറയുന്ന രക്ഷയിലേക്ക് ഇതാക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുക എന്നാണ് രക്ഷയിലേക്ക് ഇതാക്കുന്നതാണ്. അതുപോലെ തന്നെ ജിഹാദ്, ത്യാഗം എന്നിവയെ കുറിച്ചാണ് പിന്നീടുള്ളത്. പിന്നീട് പറയുന്നത് പീഡിതർക്കായി നിലകൊള്ളാന്, അതായത് പ്രയാസപ്പെടുന്ന ആളുകളോട് കൂടെ അതില് അവർക്ക് നീതി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിലകൊള്ളണം എന്നുള്ളത്. നന്മയും ദോഷവും അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണെന്ന്, നന്മ അള്ളാഹുവിൽ നിന്നുള്ളതാണ്, ദോഷം മനുഷ്യരുടെ പ്രവൃത്തി കൊണ്ടുണ്ടാവുന്നതാണ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, നമുക്കൊരു പ്രയാസം വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കൈകൾ ചെയ്തു വെച്ചെന്തെങ്കിലും തിന്മ കൊണ്ടുണ്ടായതായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തം അത് ദോഷം നമുക്ക് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത്. അതിനുശേഷം രഹസ്യ സംവാദങ്ങളും സാമൂഹിക ഉത്തരവാദിത്തവും അതെങ്ങനെയാണെന്നുള്ളത്, യുദ്ധത്തിലെ നിയമങ്ങളും കപടതയും എങ്ങനെയാണെന്നുള്ളത്, അതുപോലെ തന്നെ വിശ്വാസിയുടെ ജീവന് എത്ര പരിശുദ്ധമാണ് എന്നുള്ളത്. പിന്നെ ഹിജ്റ പോകുന്നത് എന്താണ്, ദീന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹിജ്റ പോകേണ്ടത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സലാം പറഞ്ഞവരെ അവഹേളിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമസ്കാരത്തിലെ സൗകര്യം എവിടെയാണോ കിട്ടുന്നത് ആ സൗകര്യത്തില് നമ്മൾ ഫർള് നമസ്കാരങ്ങൾ നടത്തിയിരിക്കണം എന്നുള്ളതാണ്. മനോവീര്യവും ക്ഷമയും കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ നമസ്കാരത്തിൽ ഏർപ്പെടേണ്ടത്, അതുപോലെ തന്നെ യുദ്ധത്തിൽ ഏർപ്പെടേണ്ടത്. ഇത്രയും ഭാഗങ്ങൾ നമുക്ക് കവർ ചെയ്യാം ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه الحمد لله رب العالمين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما نافعا رزقا طيبا ولم تقبل مني يا رب العالمين اللهم صل على محمد وعلى آل محمد بسم الله الرحمن الرحيم
അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിശ്വസിക്കുകയും സൽക്കർമ്മപ്രവർത്തികളിൽ ഏർപ്പെടുകയും ചെയ്തവരാകട്ടെ, താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോട്ടങ്ങളിൽ നാം അവരെ പ്രവേശിപ്പിക്കുന്നതാണ്. അവരതിൽ നിത്യവാസികളായിരിക്കും. അവർക്ക് അവിടെ പരിശുദ്ധരായ ഇണകൾ ഉണ്ടായിരിക്കും. സ്ഥിരവും ഇടതൂർന്നതുമായ തണലിൽ നാം അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട അമാനത്തുകൾ അവയുടെ അവകാശികൾക്ക് നിങ്ങൾ കൊടുത്തു വീട്ടണമെന്നും ജനങ്ങൾക്കിടയിൽ നിങ്ങൾ തീർപ്പ് കൽപ്പിക്കുകയാണെങ്കിൽ നീതിയോടെ തീർപ്പ് കൽപ്പിക്കണമെന്നും അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. എത്രയോ നല്ല ഉപദേശമാണ് അവൻ നിങ്ങൾക്ക് നൽകുന്നത്. തീർച്ചയായും എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു അള്ളാഹു. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹു അനുസരിക്കുക, അള്ളാഹുവിന്റെ ദൂതനെയും നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും അനുസരിക്കുക. ഇനി വല്ല കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാവുകയാണെങ്കിൽ നിങ്ങളത് അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കുക. നിങ്ങൾ അള്ളാഹുവിൻ മന്ത്യത്തിലെത്തും വിശ്വസിക്കുന്നുവെങ്കിൽ അതാണ് വേണ്ടത്. അതാണ് ഉത്തമം, കൂടുതൽ നല്ല പര്യവസാനങ്ങൾ ഉള്ളതും. ما لكم من دونه من ولي ولا شفيع أفلا تتذكرون يدبر الأمر من السماء إلى الأرض ثم يخرج إليه من يوم كان مقداره كسنة مما تعملون ذلك عليم. ഔദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നിനക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും നിനക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതിലും തങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ജൽപ്പിക്കുന്ന ഒരു കൂട്ടരെ നീ കണ്ടില്ലേ? ദുർമൂർത്തികളുടെ അടുത്തേക്ക് വിധിയെ തേടിപ്പോകാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. വാസ്തവത്തിൽ ദുർമൂർത്തികളെ അവിശ്വസിക്കുവാനാണ് അവർ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പിശാച് അവരെ ബഹുദൂരം വഴിതെറ്റിക്കാൻ ഉദ്ദേശിക്കുന്നു. അള്ളാഹു അവതരിപ്പിക്കപ്പെട്ടതിലേക്കും അവന്റെ ദൂതനിലേക്കും നിങ്ങൾ വരൂ എന്ന് അവരോട് പറയപ്പെട്ടല്ല. കപട വിശ്വാസികൾ നിന്നെ വിട്ട് പാടെ പിന്തിരിഞ്ഞു പോകുന്നത് നിനക്ക് കാണാം. എന്നാൽ സ്വന്തം കൈകൾ ചെയ്തു വെച്ചതിന്റെ ഫലമായി അവർക്ക് വല്ല ആപത്തും ബാധിക്കുകയും അനന്തരം അവർ നിന്റെ അടുത്ത് വന്ന് അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് ഞങ്ങൾ നന്മയും അനുരഞ്ജനവും അല്ലാതെ മറ്റൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുകയും ചെയ്യുമ്പോഴുള്ള സ്ഥിതി എങ്ങനെയായിരിക്കും? അത്തരക്കാരുടെ മനസ്സുകളിൽ എന്താണുള്ളതെന്ന് അള്ളാഹുവിന് അറിയാമാകയാൽ നബിയെ അവരെ വിട്ട് തിരിഞ്ഞു കളയുക. അവർക്ക് സദുപദേശം നൽകുകയും അവരുടെ മനസ്സുകളിൽ തട്ടുന്ന വാക്ക് അവരോട് പറയുകയും ചെയ്യുക. അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരം അനുസരിക്കപ്പെടുവാൻ വേണ്ടിയല്ലാതെ നാം ഒരു ദൂതനെയും അയച്ചിട്ടില്ല. അവർ അവരോട് തന്നെ അക്രമം പ്രവർത്തിച്ചപ്പോൾ നിന്റെ അടുക്കൽ അവർ വരികയും എന്നിട്ട് അവർ അള്ളാഹുവോട് പാപമോചനം തേടുകയും അവർക്ക് വേണ്ടി റസൂലും പാപമോചനം തേടുകയും ചെയ്തിരുന്നുവെങ്കിൽ അള്ളാഹുവെ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ കാരുണ്യമുള്ളവനായി അവർ കണ്ടെത്തുമായിരുന്നു. ഇല്ല, നിന്റെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം. അവർക്കിടയിൽ ഭിന്നതയുണ്ടാക്കുന്ന കാര്യത്തിൽ അവർ നിന്നെ വിധികർത്താക്കളാക്കുകയും നീ വിധി കൽപ്പിച്ചതിനെ പറ്റി പിന്നീട് അവരുടെ മനസ്സുകളിൽ ഒരു വിഷമം തോന്നാതിരിക്കുകയും അത് പൂർണ്ണമായി സമ്മതിച്ചനുസരിക്കുകയും ചെയ്യുന്നത് വരെ അവർ വിശ്വാസികളാവുകയില്ല. നിങ്ങൾ സ്വന്തം വീട് ബലി അർപ്പിക്കണമെന്നോ വീട് വിട്ടിറങ്ങണമെന്നോ നാം അവർക്ക് കൽപ്പന നൽകിയിരുന്നുവെങ്കിൽ അവർ ചുരുക്കം പേരൊഴികെ അത് ചെയ്യുമായിരുന്നില്ല. അവരോട് ഉപദേശിക്കപ്പെടും പ്രകാരം അവർ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ഏറ്റവും ഉത്തമം സന്മാർഗത്തിൽ അവരെ കൂടുതൽ ശക്തമായി ഉറപ്പിക്കുന്നതുമാകുമായിരുന്നു. എന്നാൽ അവർക്ക് നമ്മുടെ പക്കൽ നിന്നുള്ള മഹത്തായ പ്രതിഫലം നാം നൽകുകയും നാം ഒരു നേർവഴിയിൽ ചേർക്കുകയും ചെയ്യുമായിരുന്നു. ആർ അള്ളാഹുവെയും ദൂതനെയും അനുസരിക്കുന്നുവോ അവർ അള്ളാഹു അനുഗ്രഹിച്ചവരായ പ്രവാചകന്മാർ, സത്യസന്ധന്മാർ, രക്തസാക്ഷികൾ, സജ്ജരിതർ എന്നിവരോടൊപ്പമായിരിക്കും. അവർ എത്ര നല്ല കൂട്ടുകാർ! അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം എത്രയത്! അവർ എല്ലാം അറിയുന്നവനായി അള്ളാഹു മതി. സത്യവിശ്വാസികളെ, നിങ്ങൾ ജാഗ്രത കൈക്കൊള്ളുവിൻ. അങ്ങനെ സംഘങ്ങളായോ ഒന്നിച്ചൊറ്റ കൂട്ടമായോ നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെട്ടുകൊള്ളുക. തീർച്ചയായും നിങ്ങളുടെ കൂട്ടത്തിൽ മടിച്ച് പിന്നോട്ട് നിൽക്കുന്നവരുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് വല്ല ആപത്തും ബാധിച്ചുവെങ്കിൽ ഞാൻ അവരോടൊപ്പം യുദ്ധത്തിന് ഹാജരാകാതിരുന്നത് വഴി അള്ളാഹു എനിക്ക് അനുഗ്രഹം ചെയ്തിരിക്കുന്നു എന്നായിരിക്കും അവർ പറയുക. നിങ്ങൾക്ക് അള്ളാഹുങ്കിൽ നിന്ന് വല്ല അനുഗ്രഹം വന്നു കിട്ടുകയാണെങ്കിലോ നിങ്ങളും അവനും തമ്മിൽ യാതൊരു സ്നേഹവും ബന്ധവും ഉണ്ടായിരുന്നില്ല എന്ന മട്ടിൽ അവൻ പറയും, ആ കഷ്ടമായി, ഞാൻ അവരോട് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നെങ്കിൽ എങ്കിൽ എനിക്കൊരു വലിയ നേട്ടം നേടിയെടുക്കാമായിരുന്നു. ഇഹലോക ജീവിതത്തെ പരലോക ജീവിതത്തിന് പകരം വിൽക്കുവാൻ തയ്യാറുള്ളവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ വല്ലവനും യുദ്ധം ചെയ്തിട്ട് അവൻ കൊല്ലപ്പെട്ടാലും വിജയം നേടിയാലും നാം അവന് മഹത്തായ പ്രതിഫലം നൽകുന്നതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് യുദ്ധം ചെയ്തുകൂടാ? ഞങ്ങളുടെ രക്ഷിതാവേ, അക്രമികളായ ആളുകൾ അധിവസിക്കുന്ന ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ നീ മോചിപ്പിക്കുകയും നിന്റെ വകയായി ഒരു രക്ഷാധികാരിയെ, നിന്റെ വകയായി ഒരു സഹായിയെയും ഞങ്ങൾക്ക് നീ നിശ്ചയിച്ചു തരികയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മർദ്ദിച്ചൊതുക്കപ്പെട്ട പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയും നിങ്ങൾക്ക് എന്തുകൊണ്ട് യുദ്ധം ചെയ്തുകൂടാ? വിശ്വാസികൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു, സത്യനിഷേധികളാകട്ടെ ദുർമൂർത്തികളുടെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു. അതിനാൽ പശാചിന്റെ മിത്രങ്ങളുമായി നിങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടുക. തീർച്ചയായും
പിശാചിന്റെ കുതന്ത്രം ദുർബലമാകുന്നു. യുദ്ധത്തിന് പോകാതെ നിങ്ങൾ കൈകൾ അടക്കി വെക്കുകയും നമസ്കാരം പ്രകാരം നിങ്ങൾ യുദ്ധത്തിന് പോകാതെ കൈകൾ അടക്കി വെക്കുകയും നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും സകാത്ത് നൽകുകയും ചെയ്യുമെന്ന് നിർദ്ദേശിക്കപ്പെട്ടിരുന്ന ഒരു കൂട്ടരെ നീ കണ്ടില്ലേ? പിന്നീട് അവർക്ക് യുദ്ധം നിർബന്ധമായി നിശ്ചയിപ്പിക്കപ്പെട്ടപ്പോൾ അവരിലൊരു വിഭാഗം അത് അള്ളാഹുവെ ഭയപ്പെടും പോലെയോ അതിനേക്കാൾ ശക്തമായ നിലയിലോ ജനങ്ങളെ ഭയപ്പെടുന്നു. ഞങ്ങളുടെ രക്ഷിതാവെ, നീ എന്തിനാണ് ഞങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കിയത്? അടുത്ത ഒരു അവധി വരെയെങ്കിലും ഞങ്ങൾക്ക് നീ സമയം നീട്ടിത്തന്നുകൂടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. പറയുക, ഇഹലോകത്തെ സുഖാനുഭവം വളരെ തുച്ഛമായതാണ്. പരലോകമാണ് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് കൂടുതൽ ഗുണകരം. നിങ്ങളോടൊരു തരിമ്പും അനീതി കാണിക്കപ്പെടുകയില്ല. നിങ്ങൾ എവിടേക്കൊന്ന് തിരിഞ്ഞാലും മരണം നിങ്ങളെ പിടികൂടുന്നതാണ്. നിങ്ങൾ ഭദ്രമായി കെട്ടി ഉയർത്തക്കപ്പെട്ട കോട്ടയ്ക്കുള്ളിലായിരുന്നാൽ പോലും നബിയെ, അവർക്ക് വല്ല നേട്ടം വന്നു കിട്ടിയാൽ അവർ പറയും ഇത് അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിച്ചതാണ് എന്ന്. അവർക്ക് വല്ല ദോഷവും ബാധിച്ചാൽ അവർ പറയും ഇത് നീ കാരണം ഉണ്ടായതാണ് എന്ന്. പറയുക, എല്ലാം അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണ്. അപ്പോൾ ഈ ആളുകൾക്ക് എന്ത് പറ്റി? അവർ ഈ ഒരു വിഷയവും മനസ്സിലാക്കാൻ ഭാവമില്ല. നന്മയായിട്ട് നിനക്ക് എന്തൊന്ന് വന്നു കിട്ടിയാലും അത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ്. നിന്നെ ബാധിക്കുന്ന യാതൊരു ദോഷവും നിന്നെ ബാധിക്കുന്ന ഏതൊരു ദോഷവും നിന്റെ പക്കൽ നിന്നു തന്നെ ഉണ്ടാകുന്നതാണ്. നബിയെ, നിന്നെ നാം മനുഷ്യരിലേക്ക് ദൂതനായിട്ടാണ് നിയോഗിച്ചിരിക്കുന്നത്. അതിന് സാക്ഷിയായി അള്ളാഹു മതി. അള്ളാഹുവിന്റെ ദൂതനെ ആർ അനുസരിക്കുന്നുവോ തീർച്ചയായും അവൻ അള്ളാഹു അനുസരിച്ചു. ആർ പിന്തിരിഞ്ഞുവോ അവന്റെ മേൽ കാവൽക്കാരനായി നിന്നെ നാം നിയോഗിച്ചിട്ടില്ല. അവർ പറയും ഞങ്ങൾ ഇത് അനുസരിച്ചിരിക്കുന്നു എന്ന്. എന്നിട്ട് അവർ നിന്റെ അടുക്കൽ നിന്ന് പുറത്തു പോയാൽ അവരിൽ ഒരു വിഭാഗം തങ്ങൾ പുറത്തു പോയതിന് വിപരീതമായി രാത്രി ഗൂഢാലോചന നടത്തുന്നു. അവർ രാത്രി ഗൂഢാലോചന നടത്തുന്നതെല്ലാം അള്ളാഹു രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആകയാൽ നീ അവരെ വിട്ട് തിരിഞ്ഞു കളയുക. എന്നിട്ട് അള്ളാഹുവെ ഭരമേൽപ്പിക്കപ്പെടുന്നവനായ അള്ളാഹു മതി. അവർ ഖുർആനെ പറ്റി ചിന്തിക്കുന്നില്ലേ? അത് അള്ളാഹു അല്ലാത്തവരുടെ പക്കൽ നിന്നുള്ളതായിരുന്നെങ്കിൽ അവരതിൽ ധാരാളം വൈരുദ്ധ്യം കണ്ടെത്തുമായിരുന്നു. സമാധാനവുമായോ യുദ്ധഭീതിയോ ബന്ധപ്പെട്ട വല്ല വാർത്തവും അവർക്ക് വന്നു കിട്ടിയാൽ അവരത് പ്രചരിപ്പിക്കുകയായി. അവരത് അള്ളാഹുവിന്റെയും അവരത് റസൂലിന്റെയും അവരിലെ കാര്യവിവരമുള്ളവരുടെയും തീരുമാനത്തിന് വിട്ടിരുന്നുവെങ്കിൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ളവർ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊള്ളുമായിരുന്നു. നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹവും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളിൽ അല്പം ചിലരൊഴികെ പിശാചിനെ പിൻപറ്റുമായിരുന്നു. എന്നാൽ നബിയെ, നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു കൊള്ളുക. നിന്റെ സ്വന്തം കാര്യമല്ലാതെ നിന്നോട് ശാസിക്കപ്പെടുന്നതല്ല. സത്യവിശ്വാസികളിൽ നീ പ്രേരണ ചെലുത്തുകയും ചെയ്യുക. സത്യനിഷേധികളുടെ ആക്രമണ ശക്തിയെ അള്ളാഹു തടുത്തു തന്നേക്കും. അള്ളാഹു ഏറ്റവും കൂടുതൽ ആക്രമണ ശക്തിയുള്ളവനും അതികഠിനമായി ശിക്ഷിക്കുന്നവനുമാകുന്നു. വല്ലവനും നല്ല ശുപാർശ ചെയ്താൽ ആ നന്മയ്ക്ക് ഒരു പങ്ക് അവനുണ്ടായിരിക്കും. വല്ലവനും ഒരു ചീത്ത ശുപാർശ ചെയ്താൽ ആ തിന്മയിൽ നിന്ന് ഒരു പങ്കും അവനുണ്ടായിരിക്കും. അള്ളാഹു എല്ലാ കാര്യങ്ങളുടെയും മേൽനോട്ടം വഹിക്കുന്നവനാകുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം അർപ്പിക്കപ്പെട്ടാൽ അതിനേക്കാൾ മെച്ചമായി അങ്ങോട്ട് അഭിവാദ്യം അർപ്പിക്കുക, അല്ലെങ്കിൽ അത് തന്നെ തിരിച്ചു നൽകുക. തീർച്ചയായും അള്ളാഹു ഏതൊരു കാര്യത്തിന്റെയും കണക്ക് നോക്കുന്നവനാകുന്നു. അള്ളാഹു, അവനല്ലാതെ യാതൊരു ദൈവവുമില്ല. ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസത്തേക്ക് അവൻ നിങ്ങളെയെല്ലാം ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. അതിൽ സംശയമേ ഇല്ല. അള്ളാഹുയേക്കാൾ സത്യസന്ധമായി വിവരം നൽകുന്നവർ ആരുണ്ട്? എന്നാൽ കപടവിശ്വാസികളുടെ കാര്യത്തിൽ നിങ്ങൾ എന്താണ് രണ്ട് കക്ഷികളാകുന്നത്? അവർ സമ്പാദിച്ചുണ്ടാക്കിയതിന്റെ തിന്മ കാരണം അള്ളാഹു അവരെ തല തിരിച്ചു വിട്ടിരിക്കുകയാണ്. അള്ളാഹു വഴിപിഴപ്പിച്ചവരെ നിങ്ങൾ നേർവഴിയാക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണോ? അള്ളാഹു ഒരുവനെ പിഴപ്പിച്ചാൽ പിന്നെ അവന് ഒരു വഴിയും നീ കണ്ടെത്തുകയില്ല. അവർ അവിശ്വസിച്ച പോലെ നിങ്ങളും അവിശ്വസിക്കുകയും അങ്ങനെ നിങ്ങളെ എല്ലാം ഒരുപോലെയാക്കി തീർക്കുകയും ചെയ്യാനാണ് അവൻ കൊതിക്കുന്നത്. അതിനാൽ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വന്തം വീട് വിട്ടുവരുന്നത് വരെ അവരിൽ നിന്ന് നിങ്ങൾ മിത്രങ്ങളെ സ്വീകരിച്ചു പോകരുത്. എന്നാൽ അവർ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ നിങ്ങൾ അവരെ പിടികൂടുകയും അവരെ കണ്ടുമുട്ടുന്നിടത്ത് വെച്ച് നിങ്ങൾ അവരെ കൊലപ്പെടുത്തുകയും ചെയ്യുക. അവരിൽ നിന്ന് യാതൊരു മിത്രത്തെയും സഹായം നിങ്ങൾ സ്വീകരിച്ചു പോകരുത്. നിങ്ങളുമായി സഖ്യത്തിൽ കഴിയുന്ന ഒരു ജനവിഭാഗത്തോട് ചേർന്ന് നിൽക്കുന്നവരൊഴികെ നിങ്ങളോട് യുദ്ധം ചെയ്യാനോ സ്വന്തം ആൾക്കാരോട് യുദ്ധം ചെയ്യാനോ മനപ്രയാസമുള്ളവരായി നിങ്ങളുടെ അടുത്ത് വന്നവരൊഴികെ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ മേൽ അവർക്ക് അവൻ ശക്തി നൽകുകയും നിങ്ങളോട് അവർ യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുമായിരുന്നു. എന്നാൽ നിങ്ങളോട് യുദ്ധം ചെയ്യാതെ അവർ വിട്ടൊഴിഞ്ഞു നിൽക്കുകയും നിങ്ങളുടെ മുമ്പാകെ സമാധാന നിർദ്ദേശം വെക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ യാതൊരു മാർഗവും അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചിട്ടില്ല. വേറെ ഒരു വിഭാഗം നിങ്ങൾ കണ്ടെത്തിയേക്കാം. നിങ്ങളിൽ നിന്നും സ്വന്തം ജനതയിൽ നിന്നും ഒരുപോലെ സുരക്ഷിതരായി കഴിയാൻ അവർ ആഗ്രഹിക്കുന്നു. കുഴപ്പത്തിലേക്ക് അവർ തിരിച്ചു വിളിക്കപ്പെടുമ്പോഴെല്ലാം അതിൽ അവർ തലകുത്തി വീഴുന്നു. എന്നാൽ അവർ നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു നിൽക്കുകയും നിങ്ങളുടെ മുമ്പാകെ സമാധാന നിർദ്ദേശം വെക്കുകയും സ്വന്തം കൈകൾ അടക്കി വെക്കുകയും ചെയ്യാത്ത പക്ഷം അവരെ നിങ്ങൾ പിടികൂടുകയും അവരെ കണ്ടുമുട്ടുന്നിടത്ത് വെച്ച് നിങ്ങൾ കൊലപ്പെടുത്തുകയും ചെയ്യുക. അത്തരക്കാർക്കെതിരെ നാം നിങ്ങൾക്ക് വ്യക്തമായ ന്യായം നൽകിയിരിക്കുന്നു. യാതൊരു വിശ്വാസിക്കും മറ്റൊരു വിശ്വാസിയെ കൊല്ലുവാൻ പാടുള്ളതല്ല.
ആദ്യത്തെ നമ്പർ അബദ്ധ പറഞ്ഞതല്ലേ? അബദ്ധ നമ്മൾ മറ്റേ ഗ്രൂപ്പിൽ കയറിയിട്ട് വെറുതെ കുറെ വെയിറ്റ് ചെയ്തു. യാതൊരു വിശ്വാസിക്കും മറ്റൊരു വിശ്വാസിയെ കൊല്ലാൻ പാടുള്ളതല്ല, അബദ്ധത്തിൽ വന്നു പോകുന്നതല്ലാതെ. എന്നാൽ വല്ലവനും ഒരു വിശ്വാസിയെ അബദ്ധത്തിൽ കൊന്നുപോയാൽ പ്രായശ്ചിത്തമായ ഒരു വിശ്വാസിയായ അടിമയെ മോചിപ്പിക്കുകയും അവന്റെ കൊല്ലപ്പെട്ടവന്റെ അവകാശികൾക്ക് നഷ്ടപരിഹാരം നൽകുകയുമാണ് വേണ്ടത്. അവർ ആ അവകാശികൾ അത് ഉദാരമായി വിട്ടുതന്നെങ്കിലും ഒഴികെ. ഇനി അവർ കൊല്ലപ്പെട്ടവർ നിങ്ങളുടെ ശത്രുതയുള്ള ജനവിഭാഗത്തിൽപ്പെട്ടവനാണ്, അവനാണ് സത്യവിശ്വാസിയുമായ അവനാണെങ്കിൽ സത്യവിശ്വാസിയുമാണ് എങ്കിൽ സത്യവിശ്വാസിയായ ഒരു അടിമയെ മോചിപ്പിക്കുക മാത്രമാണ് വേണ്ടത്. ഇനി അവൻ കൊല്ലപ്പെട്ടവൻ നിങ്ങളുടെ സഖ്യത്തിലിരിക്കുന്ന ഒരു ജനവിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിൽ അവന്റെ അവകാശികൾക്ക് നഷ്ടപരിഹാരം നൽകുകയും വിശ്വാസിയായ ഒരു അടിമയെ മോചിപ്പിക്കുകയുമാണ് വേണ്ടത്. വല്ലവനും അത് സാധിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ തുടർച്ചയായി 2 മാസം നോമ്പ് അനുഷ്ഠിക്കേണ്ടതാണ്. അള്ളാഹു നിശ്ചയിച്ച പശ്ചാത്താപ മാർഗമാണിത്. അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു. ആരെങ്കിലും ഒരു സത്യവിശ്വാസിയെ മനഃപൂർവ്വം കൊലപ്പെടുത്തുന്ന പക്ഷം അവനുള്ള പ്രതിഫലം നരകമാകുന്നു. അവൻ അതിൽ നിത്യവാസിയായിരിക്കും. അവന്റെ നേരെ അള്ളാഹു കോപിക്കുകയും അവനെ ശപിക്കുകയും ചെയ്തിരിക്കുന്നു. കനത്ത ശിക്ഷയാണ് അവന് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോയാൽ ശത്രു ആരെന്നും മിത്രം ആരെന്നും നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. നിങ്ങൾക്ക് സലാം അർപ്പിച്ചവനോട് നീ വിശ്വാസിയല്ല എന്ന് നിങ്ങൾ പറയരുത്. ഇഹലോകത്തെ ജീവിതത്തിലെ നേട്ടം കൊതിച്ചുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്. എന്നാൽ നേടിയെടുക്കാവുന്ന ധാരാളം സ്വത്തുക്കൾ അള്ളാഹുവിന്റെ അടുക്കലുണ്ട്. മുമ്പ് നിങ്ങളും അതുപോലെ അവിശ്വാസത്തിലായിരുന്നുവല്ലോ. അനന്തരം അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്തു. അതിനാൽ നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായി അന്വേഷിച്ച് മനസ്സിലാക്കുക. തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിയെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. ന്യായമായ വിഷമമില്ലാതെ യുദ്ധത്തിന് പോകാതെ ഒഴിഞ്ഞിരിക്കുന്ന വിശ്വാസികളും തങ്ങളുടെ ധനം കൊണ്ടും ദേഹം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നവർ തുല്യരാകുകയില്ല. തങ്ങളുടെ ധനം കൊണ്ടും ദേഹം കൊണ്ടും സമരം ചെയ്യുന്നവരെ ഒഴിഞ്ഞിരിക്കുന്നവരെക്കാൾ അള്ളാഹു പദവി ഉയർത്തിയിരിക്കുന്നു. എല്ലാവർക്കും അള്ളാഹു നല്ല പ്രതിഫലം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എന്നാൽ സമരത്തിൽ ഏർപ്പെട്ടവർക്ക് ഒഴിഞ്ഞിരിക്കുന്നവരെക്കാളും കൂടുതലായി അള്ളാഹു മഹത്തായ പ്രതിഫലം നൽകുന്നതാണ്. അവന്റെ പക്കൽ നിന്നുള്ള പല പദവികളും പാപമോചനവും കാരുണ്യവും അത്രേ അവർക്കുള്ളത്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. കപടവിശ്വാസികളുടെ ഇടയിൽ തന്നെ ജീവിച്ചുകൊണ്ട് സന്തത്തോട് അന്യായം ചെയ്തവരെ മരിപ്പിക്കുമ്പോൾ മലക്കുകൾ അവരോട് ചോദിക്കും, നിങ്ങൾ എന്തൊരു നിലപാടിലായിരുന്നു? അവർ പറയും, ഞങ്ങൾ നാട്ടിൽ അടിച്ചൊതുക്കപ്പെട്ടവരായിരുന്നു. അവർ മലക്കുകൾ ചോദിക്കും, അള്ളാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ? നിങ്ങൾക്ക് സ്വദേശം വിട്ട് അതിൽ എവിടെയെങ്കിലും പോകാമായിരുന്നല്ലോ. എന്നാൽ അത്തരക്കാരുടെ വാസസ്ഥലം നരകമത്രേ, അതത്രേ ചീത്ത സങ്കേതം. എന്നാൽ യാതൊരു ഉപായവും സ്വീകരിക്കാൻ കഴിവില്ലാതെ ഒരു രക്ഷാമാർഗവും കണ്ടെത്താനാകാതെ അടിച്ചൊതുക്കപ്പെട്ടവരായി കഴിയുന്ന പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഇതിൽ നിന്ന് ഒഴിവാകുന്നു. അത്തരക്കാർക്ക് അള്ളാഹു മാപ്പ് നൽകിയേക്കാം. അള്ളാഹു അത്യധികം മാപ്പ് നൽകുന്നവനും ഏറെ പൊറുക്കുന്നവനുമാകുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ വല്ലവനും സ്വദേശം വെടിഞ്ഞു പോകുന്ന പക്ഷം ഭൂമിയിൽ ധാരാളം അഭയസ്ഥാനങ്ങളും ജീവിത വിശാലതയും അവൻ കണ്ടെത്തുന്നതാണ്. വല്ലവനും തന്റെ വീട്ടിൽ നിന്ന് സ്വദേശം വെടിഞ്ഞുകൊണ്ട് അള്ളാഹുലേക്കും അവന്റെ ദൂതനിലേക്കും ഇറങ്ങിപ്പുറപ്പെടുകയും അനന്തരം വഴിമധ്യ മരണം അവനെ പിടികൂടുകയും ചെയ്യുന്ന പക്ഷം അവനുള്ള പ്രതിഫലം അള്ളാഹുങ്കിൽ സ്ഥിരപ്പെട്ടു കഴിഞ്ഞു. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. നിങ്ങൾ ഭൂമിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ സത്യനിഷേധികൾ നിങ്ങൾക്ക് നാശം വരുത്തുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന പക്ഷം നമസ്കാരം ചുരുക്കി നിർവഹിക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. തീർച്ചയായും സത്യനിഷേധികൾ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുക്കളാക്കുന്നു. നബിയെ, നീ അവരുടെ കൂട്ടത്തിലുണ്ടായിരിക്കുകയും അവർക്ക് നേതൃത്വം നൽകിക്കൊണ്ട് നമസ്കാരം നിർവഹിക്കുകയുമാണെങ്കിൽ അവരിൽ ഒരു വിഭാഗം നിന്റെ കൂടെ നിൽക്കട്ടെ. അവർ അവരുടെ ആയുധങ്ങൾ എടുക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അവർ സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ പിന്നിലേക്ക് മാറി നിൽക്കുകയും നമസ്കരിച്ചിട്ടില്ലാത്ത മറ്റേ വിഭാഗം വന്ന് നിന്റെ കൂടെ നമസ്കരിക്കുകയും ചെയ്യട്ടെ. അവർ ജാഗ്രത കൈക്കൊള്ളുകയും തങ്ങളുടെ ആയുധങ്ങൾ എടുക്കുകയും ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ആയുധങ്ങളെപ്പറ്റി അള്ളാഹുവിന്റെ സാധനങ്ങളെപ്പറ്റിയും നിങ്ങൾ ശാസ്ത്രജ്ഞരാണെങ്കിൽ നിങ്ങളുടെ നേരെ തിരിഞ്ഞ് ഒരൊറ്റ ആഞ്ഞടി നടത്താമായിരുന്നുവെന്നാണ് സത്യനിഷേധികൾ മോഹിക്കുകയാണ്. എന്നാൽ മഴ കാരണം നിങ്ങൾക്ക് ശല്യമുണ്ടാക്കുകയോ നിങ്ങൾ ബാധിതരാകുകയോ ചെയ്താൽ നിങ്ങളുടെ ആയുധങ്ങൾ താഴെ വെക്കുന്നതിൽ കുറ്റമില്ല. എന്നാൽ നിങ്ങൾ ജാഗ്രത പുലർത്തുക തന്നെ വേണം. തീർച്ചയായും അള്ളാഹു സത്യനിഷേധികൾക്ക് അപമാനകരമായ ശിക്ഷയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും അള്ളാഹു ഓർക്കുക. സമാധാനാവസ്ഥയിലായാൽ നിങ്ങൾ നമസ്കാരം മുറപ്രകാരം തന്നെ നിർവഹിക്കുക. തീർച്ചയായും നമസ്കാരം സത്യവിശ്വാസികൾക്ക് നിർണയിക്കപ്പെട്ട ഒരു നിർബന്ധിത ബാധ്യതയാകുന്നു. സുബ്ഹാനല്ലാഹ്. ഇത്രയും ഭാഗമാണ് ഇന്നെടുക്കുന്നത്. ഔദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വതആല നമസ്കാരത്തിന് ഒരു കഴിവും തന്നിട്ടില്ല എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ എന്തൊരു ഭയത്തിലോ എന്തൊരു കാര്യത്തിലാണെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നമസ്കാരം നിർബന്ധിത ബാധ്യതയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടല്ലാതെ നമ്മൾ വിശ്രമിക്കാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസുഖങ്ങളായിട്ടല്ലാതെ
നമുക്ക് നമസ്കാരത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഒഴിവ് കഴിവും തന്നിട്ടില്ല. ബാക്കി എല്ലാ കാര്യത്തിലും നമുക്ക് നമസ്കാരം നിർബന്ധിത ബാധ്യതയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ജസാക്കുമുല്ലാഹു ഖൈറൻ. അല്ലാഹുമ്മ ബാരിക്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ ദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബിർഹമാ കമാ റബ്ബയാനി സഗീറ. റബ്ബി ഹബ് ലി മിനസ് സ്വാലിഹീൻ. റബ്ബി ഹബ് ലി മിൻ ലദുൻക ദുരിയത്തൻ ത്വയ്യിബത്തൻ ഇന്നക സമീഉ ദുആ യാ ഗനിയല്ലാഹു ഗനിനി ബിഫദ്ലിക മിൻ സിവാക. റബ്ബി അൻസിൽനി മുൻസിറൻ മുബാറകൻ അൻത ഖൈറുൽ മുൻസിലിൻ. അല്ലാഹുമ്മ യസ്സിർ വലാ തുഅസ്സിർ വതമ്മിം ബിൽ ഖൈർ. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن إذا شئت سهلا. ربي أنزلني منزلا مباركا أنت خير المنزلين. سبحان الله الحمد لله لا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله. اللهم اغفر لي وارحمني واجبرني وارفعني وارزقني واهدني وعافني آمين يا رب العالمين. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. ربي أنزلني منزلا مباركا أنت خير المنزلين. اللهم يسر ولا تؤثر وتمم بالخير. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن إذا شئت سهلا. ربي إني لما أنزلت إلي من خير فقير. ربي إني لما أنزلت إلي من خير فقير. ربي إني لما أنزلت إلي من خير فقير. ربنا آتنا من لدنك رحمة وهب لنا من أمرنا رشدا. رب اشرح لي صدري ويسر لي أمري. آمين يا رب العالمين. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن إذا شئت سهلا. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. آمين يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. يا أرحم الراحمين يا الله يا ذا الجلال الإكرام يا الله وهي القيوم يا الله أحد الصمد يا الله. ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് അറിയാതെ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ദോഷങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് വന്നു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പൊറുക്കുകയും അല്ലാഹുവേ ഞങ്ങളെയൊക്കെ അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കും അല്ലാഹുവേ. നാളെ നിന്നെ സ്വർഗ്ഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ആലയിൽ നിന്നെ കൺകുളിർക്ക് കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ പുറത്തു മാപ്പ് നൽകണമേ. ഞങ്ങളിൽ നിന്ന് വിട്ടുമറിഞ്ഞ ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും നീ പുറത്തു മാപ്പ് നൽകണമേ. ഞങ്ങളുടെ സന്തതി പരമ്പരകൾക്കും ഞങ്ങളെ ഇണകളിലും ഞങ്ങളെ കൂട്ടുകുടുംബങ്ങളിലും ഉള്ള എല്ലാവർക്കും അല്ലാഹുവേ നീ പുറത്തു മാപ്പാക്കി നൽകണമേ. യാ റഹ്മാൻ റഹീമിൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നേർവഴി കാണിച്ചു തരികയും ആ നേർവഴിയിൽ അല്ലാഹുവേ ഞങ്ങളെ സ്ഥൈര്യം നിലനിൽക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ജീവിത മാർഗത്തിൽ അല്ലാഹു റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ. പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അല്ലാഹുവേ നീ നീക്കി കൊടുക്കണമേ. യാ റഹ്മാൻ റഹീമിൻ അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് അസുഖങ്ങളിൽ ബാധിച്ച് പ്രയാസപ്പെടുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കി തരണമേ. യാ റഹ്മാൻ റഹീമിൻ അല്ലാഹു എല്ലാ മല പോലെ വരുന്ന ആപത്തുകൾ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മഞ്ഞു പോലാക്കി തരണമേ. എല്ലാ മാറാരോഗങ്ങളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും മഹാരോഗങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ. യാ റഹ്മാൻ റഹീമിൻ അല്ലാഹുവേ ദുനിയാവിന്റെ ആവശ്യങ്ങളെ ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു തരണമേ. ഞങ്ങളുടെ ജീവിത വിഭവങ്ങളിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് വർധനവ് തരികയും അത് ഏറ്റവും ഉത്തമമായ രീതിയിൽ വിനിയോഗിക്കപ്പെട്ട നിന്റെ ഉത്തമരാടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. വിനയമുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. എല്ലാ സമയത്തും അല്ലാഹുവേ നിന്നെ ഓർക്കുകയും നിന്നോട് നിനക്ക് കീഴ്പ്പെട്ടവരായിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ഉത്തമരാടുമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ആമീൻ 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 റഹ്മത്തിക യാ റഹ്മാൻ റഹീമിൻ. അല്ലാഹുവേ നിന്റെ അഹ്ലുകാരുടെ കൂട്ടത്തിൽ നിന്റെ ഖുർആന്റെ അഹ്ലുകാരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് ഉത്തമമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കണമേ. ഖുർആൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന നിന്റെ ഉത്തമ സമൂഹത്തിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഉത്തമമായ ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. آمين 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 برحمتك يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. الحمد لله رب العالمين. حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി വബറകാത്തു. എത്ര ആയത്ത് എടുത്തിരിക്കണേ? 103. 103 ഈ രാത്രികളെ ക്ലാസ് എന്തുകൊണ്ട് അങ്ങനെ കട്ടായി പോണാണ്? ഇവിടുത്തെ കുഴപ്പം അത് അവിടുത്തെ കുഴപ്പമാണ്. കട്ടായിട്ടില്ല കേട്ടോ. അവിടെ എന്തോ നെറ്റിന്റെ പ്രശ്നമായിരിക്കും.